വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. ഹോട്ട് ടോപ്പിക്സിന്റെ 60 ഡേയ്സിന്റെ ക്ലാസ് ആണ് ടീച്ചർ പറഞ്ഞിരുന്നത്. ഇന്ന് 53-ാമത്തെ ദിവസമാണ്. ഒരു ദിവസം മിനിമം നമ്മൾ 3-4 ചില ദിവസം 5 ഹോട്ട് ടോപ്പിക്സ് വരെ പഠിക്കുകയുണ്ടായി. അപ്പൊ ഇത്ര ദിവസത്തെ ഹോട്ട് ടോപ്പിക്സ് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഗുണങ്ങളുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ SCRT പാഠഭാഗങ്ങൾ ഇനി ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് അത് കൂടാതെ നമ്മൾ റിവിഷൻ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ആ റിവിഷൻ ഭംഗിയായിട്ട് അതും കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4 ഹോട്ട് ടോപ്പിക്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? അപ്പോ എന്താണ് ദേശീയ വരുമാനം, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ നമുക്ക് ദേശീയ വരുമാനം എന്ന് പറയുന്ന മേഖലയിൽ പെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കണതിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ നമുക്കിന്ന് പഠിക്കാം. ഒരു രാജ്യത്ത്, ഏത് രാജ്യമാണോ ആ രാജ്യത്ത് എന്താണ് ഒരു വർഷം ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പ്രൊഡക്ഷൻ, ആ രാജ്യത്തെ മൊത്തം പ്രൊഡക്ഷൻ എത്രയാണോ ആ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് അത്, ഒന്നുകിൽ പ്രൊഡക്ഷൻ എങ്ങനെയാവാം, പ്രോഡക്റ്റുകളുടെ രൂപത്തിലാവാം അല്ലെ, പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം, സർവീസസ് ആവാം, രണ്ടാവാം. ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് പറയുന്നത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയെ നമുക്ക് എന്ത് വിളിക്കാം, ദേശീയ വരുമാനം എന്ന് വിളിക്കാം. അപ്പൊ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ആ രാജ്യത്തെ ദേശീയ വരുമാനം എന്ന് മനസ്സിലാക്കുക. ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? അതായത് സമ്പദ്ഘടന, ഇന്ത്യ ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ സമ്പദ്ഘടന എടുക്കുക, അതിന് വിവിധ മേഖലകളുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ മേഖലകൾ പറയുന്നുണ്ട്. ആ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി മനസ്സിലാക്കാൻ ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ഇനി നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കാൻ ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഉൽപാദനം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം, വിതരണം. അടുത്തത് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ, ഉപഭോഗം, ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെ എത്രമാത്രം ഉപയോഗിക്കുന്നു തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണക്കാക്കാൻ ഇതിന് ഈ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ തുടങ്ങിയവയ്ക്ക് എത്രമാത്രം പരിമിതികളുണ്ട്, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കാൻ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്, സമ്പദ് വ്യവസ്ഥ വിവിധ പദ്ധതികൾ ആസൂത്രണം, സമ്പദ് വ്യവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വിവിധ പ്രോജക്ട്സ്, കുറേയധികം പ്രോജക്റ്റുകളുടെ പ്ലാനിങ് നടത്താൻ, അതായത് പദ്ധതികളുടെ ആസൂത്രണം നടത്താനും. ആസൂത്രണം ചെയ്താൽ മതിയോ, പോരാ, അതിന്റെ എന്ത് വേണം, എക്സിക്യൂഷൻ വേണം. അത് നടപ്പിൽ വരുത്താനും ആരെ സഹായിക്കുന്നു, ഗവൺമെന്റിനെ സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെ എയിംസ് ആണ്, ലക്ഷ്യങ്ങളാണ് പറയുന്നത്, ദേശീയ വരുമാനത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇനി ദേശീയ വരുമാനം നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഇന്ത്യയിൽ പോലുള്ള രാജ്യങ്ങളിലെ ദേശീയ വരുമാനം ലഭിക്കുക, ഏതൊക്കെ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കും, അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം. ഏതൊക്കെ മേഖല, കാർഷിക മേഖല, അതുപോലെ തന്നെ വ്യവസായ മേഖല, അതുപോലെ തന്നെ സേവന മേഖല. നമ്മൾ എന്താ പറഞ്ഞ്, ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ട്
എന്ന് കണക്കാക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ താരതമ്യം ചെയ്യാനും എന്ത് സാധിക്കുന്നു? ഈ സമ്പദ് വ്യവസ്ഥയിലുള്ള ദേശീയ വരുമാനം കണക്കാക്കുന്നു. അപ്പൊ നമ്മുടെ വളർച്ചയെയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിസന്ധികളെയും, സാമ്പത്തിക വളർച്ചയെയും സാമ്പത്തിക പ്രതിസന്ധിയെയും താരതമ്യം ചെയ്യാനും, ഇത് രണ്ടും താരതമ്യം ചെയ്യാനും എന്തുകൊണ്ട് സാധിക്കുന്നു എന്നാ പറയണേ? നമ്മുടെ ദേശീയ വരുമാനം കൊണ്ട് സാധിക്കുന്നു. അപ്പൊ ദേശീയ വരുമാനത്തെ കുറിച്ച് ഒരു തീരുമാനമായില്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത ചോദ്യമാണ്, കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ കഥകളി, നമ്മള് എപ്പോഴും കഥകളിയുമായിട്ട് റിലേറ്റഡ്, വേഷ ചോദിച്ചേ, കഥകളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കലകളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് അല്ലെ ആരെയാണ്? കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. ഈ കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്ന വ്യക്തി കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാനെ നമ്മൾ എന്തു വിശേഷിപ്പിക്കുന്നു? കഥകളിയുടെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്നു അല്ലെ. അപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല കുറച്ച് ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു കലകളുടെ രാജാവും ടോട്ടൽ തിയേറ്ററും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല എന്നൊക്കെ നമ്മൾ എന്തിനെ വിളിക്കണ്ട? ഈ കഥകളിയെ വിളിക്കണുണ്ട്. കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ നൃത്ത നാടകമാണ് കഥകളി. കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ നൃത്ത നാടകമാണ് കഥകളി. കഥകളിയിൽ 24 മുദ്രകളാണ് ഉള്ളത്. 24 മുദ്രകളാണ് ഉള്ളത്. കഥകളി കുറേയധികം എന്താ പറയാ, കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ചടങ്ങുകളുണ്ട്. ആ എന്താ പറയുന്നത്, ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് കഥകളി ആരംഭിക്കുന്ന ചടങ്ങാണ്. അതായത് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ കഥകളിക്കുന്ന ഒരു സ്ഥലത്ത് കഥകളി നടക്കുന്നുണ്ട് കേട്ടോ എന്ന് കഥകളി ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങിനെയാണ് നമ്മൾ കേളികൊട്ട് എന്ന് വിളിക്കുന്നത്. PSCക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ധനാശി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മലയാളം ഭാഗത്തൊക്കെയാണ് പണ്ട് LDCക്ക് ചോദിക്കാറുള്ളത്, പിന്നെ എപ്പോഴും ചോദിച്ചു തുടങ്ങിയത് എന്താണ്? കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങിനെ എന്ത് വിളിക്കുന്നു? ധനാശി എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത്, കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതത്തിന്റെ പേര് സോപാന സംഗീതം എന്നാണ്. എന്താണ്? സോപാന സംഗീതം. ഇനി കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ 5 5 വേഷങ്ങളിൽ ഒന്ന് പച്ച, അടുത്തത് കത്തി, അടുത്തത് കരി, അടുത്തത് താടി, അടുത്തത് മിനുക്ക്. അങ്ങനെയാണ് 5 വേഷങ്ങൾ നമ്മൾ പറയാ. പച്ചയെ കുറിച്ച് പറയുമ്പോ കഥകളിയിലെ പച്ച വേഷം എന്ന് പറഞ്ഞ സാത്വിക കഥാപാത്രങ്ങള്, പ്രഭുക്കന്മാര്, അതായത് നല്ല നായക കഥാപാത്രങ്ങള്, അവരെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പച്ച എന്ന് പറയുന്ന എന്താ പറയുന്നത് വേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ശ്രീകൃഷ്ണൻ, ധർമ്മപുത്രര്, നളൻ, അവരെയൊക്കെ നമുക്ക് പച്ച എന്ന് പറയാം. ഇനി കത്തിയാണെങ്കിലോ ദുഷ്ട കഥാപാത്രന്മാര്, വില്ലന്മാര്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കത്തി എന്ന് വിളിക്കുക. അപ്പൊ ദുര്യോധനൻ അല്ലെ, രാവണൻ, കീചകൻ, അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? ദുഷ്ട കഥാപാത്രങ്ങളാണ് അല്ലേ. ഇനി അടുത്തത് കത്തി കഴിഞ്ഞാൽ കരി. കരി പറഞ്ഞ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് കരി. ശൂർപ്പണഖ, പൂതന, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കരി വേഷവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് താടി. താടി തന്നെ പലതരത്തിലുണ്ട്. ചുവന്ന താടി, കറുത്ത താടി, വെളുത്ത താടി എന്നൊക്കെ പറയും. 3 തരം താടികളാണ് ഉള്ളത്. അതില് ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളെയാണ് ചുവന്ന താടി പറയണത്, അതായത് ബാലിയും സുഗ്രീവനും ഒക്കെ. ഇനി വെള്ളത്താടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്വിക സ്വഭാവത്തോടു കൂടിയ കഥാപാത്രങ്ങള്, ഹനുമാൻ, അങ്ങനെയുള്ളതൊക്കെ. വേടന്മാര്, നായാട്ടുകാര്, അവരെയൊക്കെ നമ്മൾ കറുത്ത താടി എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് എന്താണ്? മിനുക്ക്. മിനുക്ക് എന്താണ്? സ്ത്രീ കഥാപാത്രമാണ് പൊതുവായിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിനുക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായി നമ്മൾ ആചരിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത്രയൊക്കെയാണ് കഥകളി. ഇനി കൂടാതെ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചെണ്ട, ചേങ്ങില, മദ്ദളം, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക.
ഇതൊക്കെ തന്നെ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളാണ് എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. അപ്പൊ അത് വളരെ പ്രധാനമാണ്. ഇനി അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ചോദ്യമാണ് PSC പരീക്ഷയില് ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ചോദ്യം. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണെന്ന്. അപ്പൊ ഏതൊക്കെ കളികളിലാ 11 കളിക്കാരുള്ള ഒന്ന് പഠിച്ചു വെച്ചേ. 11 കളിക്കാരുള്ള കളികള് ക്രിക്കറ്റില് 11 കളിക്കാരാണ്. അതുപോലെ തന്നെ ഫുട്ബോളില് 11 കളിക്കാരാണ്. ഹോക്കിയില് 11 കളിക്കാരാണ്. അപ്പൊ ഇതിലൊക്കെ എത്ര കളിക്കാരാ? 11 കളിക്കാരാ. അപ്പോ ഇനി അടുത്തത് 9 കളിക്കാരുള്ളത് ഏതിലാ? ബേസ്ബോളില് 9 കളിക്കാരാ. ബേസ്ബോളില് 9 കളിക്കാരാണ്. ബേസ്ബോളിൽ 9 ഖോഖോ അതിലും 9 കളിക്കാരാ. ഖോഖോയിലും എത്രയാണ്? 9 കളിക്കാരാന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് കബഡിയിലെ കളിക്കാരുടെ എണ്ണം. കബഡിയിലെ കളിക്കാരുടെ എണ്ണം 7 കബഡിയില് 7 വോളിബോളിലെ കളിക്കാരുടെ എണ്ണം. വോളിബോളിൽ എത്ര കളിക്കാരാ? വോളിബോളില് 6 പേരാണ്. അതുപോലെ ഐസ് ഹോക്കിയിലും 6 ഐസ് ഹോക്കിയിലും എത്ര പേരാണ്? 6 പേരാണ് എന്ന് ഓർക്കണം. ഇനി ബാസ്കറ്റ് ബോളിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിക്കാരുടെ എണ്ണം 5 ബാസ്കറ്റ് ബോൾ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 5 ക്ലിയർ ആയില്ലേ? അപ്പോ ഇതൊക്കെ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, വോളിബോള്, ഐസ് ഹോക്കി, പിന്നെ ഒന്നും കൂടെ നമ്മൾ ഓർത്തു വയ്ക്കുക, വാട്ടർ പോളോ ചോദിച്ചാലും നമ്മൾ കബഡി പോലെ തന്നെ എത്രയാ പറയാ? 7 പറയാ. അപ്പൊ ഈ കളിക്കാരുടെ എണ്ണം മറക്കാണ്ടൊന്ന് ഓർത്തു വെക്കണം. പ്രധാനപ്പെട്ടതാണ്, അത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും കാണാറുണ്ട്. അപ്പൊ തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുപോലെ പാലരുവി എവിടെയാണ്? മീൻവല്ലം വെള്ളച്ചാട്ടം എവിടെയാണ്? സൂചിപ്പാറ എവിടെയാണ്? മീൻമുട്ടി വെള്ളച്ചാട്ടം എവിടെയാണ്? ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മള് പഠിക്കാൻ പോവാണ് കൊല്ലത്ത് പാലരുവി വെള്ളച്ചാട്ടം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാലരുവി വെള്ളച്ചാട്ടം കാണപ്പെടുന്നു എവിടെ? കൊല്ലം. പാലരുവി എവിടെയാണ്? കൊല്ലം. അടുത്തത് പെരുന്തേനരുവി. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു? പെരുന്തേനരുവി പത്തനംതിട്ടയിലെ പെരുന്തേനരുവി ഉണ്ട്. പത്തനംതിട്ട പെരുന്തേനരുവി. അടുത്തത് നോക്കൂ, ചീയപ്പാറ വെള്ളച്ചാട്ടം, തൂവാനം വെള്ളച്ചാട്ടം, കുത്തുങ്കൽ വെള്ളച്ചാട്ടം, തൊമ്മൻകുത്ത്. ഇത്രയും വെള്ളച്ചാട്ടങ്ങൾ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ എവിടെ പറയണം? ഇടുക്കി ജില്ലയിലാണ് എന്ന് പറയണം. ഇനി അടുത്തത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. അറിയാത്തവരുണ്ടാവില്ല അല്ലെ? അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ വാഴച്ചാൽ, അതിരപ്പിള്ളി കോളന് വാഴച്ചാല്. പെരിങ്ങൽ കുത്ത്. എന്താണ്? പെരിങ്ങൽ കുത്ത്. ഇതൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തൃശൂർ ജില്ലയിലാണ് എന്ന് പറയും. ഇനി അടുത്തത് PSCക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ധോണി. അതുപോലെ തന്നെ മീൻവല്ലം, ധോണി. പിന്നെ അടുത്തത് പാത്രക്കടവ്. ഇപ്പൊ ഉത്തരം കിട്ടിയില്ലേ? പാത്രക്കടവ്. പിന്നെ ഏതാണ്? ശിരുവാണി ല്ലേ? അതുപോലെ തന്നെ സീതാർകുണ്ട്. ഇതൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എവിടെയാണ് എന്നുള്ളത്? പാലക്കാട് ജില്ലയിലാണ്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് ല്ലേ? അടുത്തത് തുഷാരഗിരി വെള്ളച്ചാട്ടം. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. അടുത്തത് സൂചിപ്പാറ എവിടെയാണ്? സൂചിപ്പാറ അതുപോലെ തന്നെ മീൻമുട്ടിയൊക്കെ. സൂചിപ്പാറ, മീൻമുട്ടി ഒക്കെ തന്നെ എവിടെയുണ്ട്? വയനാട് ഉണ്ട്. സൂചിപ്പാറ, മീൻമുട്ടി വയനാട് ജില്ലയിലുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് വെള്ളച്ചാട്ടങ്ങളുടെ പേരാ പറഞ്ഞത്. അപ്പൊ നമ്മള് 4 ടോപ്പിക്ക് പഠിച്ചു അല്ലെ? വെള്ളച്ചാട്ടങ്ങളെ കുറിച്ച്
ഓരോ എന്താ പറയുന്നത് കളിയിലെയും കളിക്കാരുടെ എണ്ണത്തെ കുറിച്ച്, അതുപോലെ തന്നെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച്, കഥകളി കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ നൃത്ത നാടകത്തെ കുറിച്ച്. അപ്പോ ഇനി നമ്മൾക്ക് 7 ദിവസം കൂടിയേ ഉള്ളൂ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്. അത് കഴിഞ്ഞ് നമ്മള് എവിടേക്കാ പോവാ? നമ്മുടെ SCERT പാഠഭാഗങ്ങളിലേക്ക് പോവാട്ടെ. കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുള്ള SCERT പാഠഭാഗങ്ങളും കൂടിയും ഉള്ള പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LGS പൂർണ്ണമായിട്ടും LGSന്റെ പഠനം നമ്മുടെ അവസാനിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ.